जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीर वनचारी जय राधा माधवा जय कुंज बिहारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीर वनचारी जय राधा माधवा जय कुंज बिहारी जय राधा माधव जय राधा माधव जय राधा माधव जय राधा माधव जय राधे जय राधे जय राधे जय श्री राधे जय प्रभुपाद जय प्रभुपाद जय प्रभुपाद जय श्रील प्रभुपाद जय गुरुदेव जय गुरुदेव जय गुरुदेव जय श्री गुरुदेव निताय गौर हरि बोल निताय गौर हरि बोल हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललितान् श्रीविशाखान्वितान् च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुरे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे 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 राम राम हरे हरे श्रील प्रभुपाद की जय श्रील गुरुदेव की जय निताय गौर प्रेमानंदे हरि हरि बोल ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് നോക്കാൻ പോണത് മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ സ്കന്ധത്തിലെ 19ാമത്തെ ശ്ലോകമാണ്. 19ാമത്തെ ശ്ലോകം 22ാമത്തെ ശ്ലോകമാണ്. 22ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. നരദേവത്വമാപന്ന സുരകാര്യ ചികീർഷയാ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യത പരം. നരദേവതത്വമാപന്ന സുരകാര്യ ചികീർഷയാ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യത പരം. ഹരേ കൃഷ്ണ. നരൻ
ദേവതം ദിവ്യത്വം, ആപന്ന രൂപം ധരിക്കയാൽ, സുരന്മാർ അതായത് ദേവന്മാർ, കാര്യ പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ, ചികീർഷയ നിർവഹണാർത്ഥം, സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം, ആദിനെ നിയന്ത്രിക്കുക മുതലായവ ചക്രെ നിർവഹിച്ചു. വീര്യാണി അതിമാനുഷിക ശൗര്യത്തോടെ, അധപരം അതിനുശേഷം. വിവർത്തനം ഭാവാർത്ഥം. ശീല പ്രഭുപാദിക്ക് ജയ്. 18ാം അവതാരത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി വന്നു. ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭഗവാൻ മഹാസമുദ്രത്തെ നിയന്ത്രണ വിധേയമാക്കി. സാഗരം തരണം ചെയ്ത് നാസ്തികനായ രാവണനെ നിഗ്രഹിച്ച് അതിമാനുഷിക ശൗര്യം പ്രദർശിപ്പിച്ചു. ഭാവാർത്ഥം. പ്രപഞ്ച പരിപാലനാർത്ഥം ദേവന്മാരെ പ്രീതിപ്പെടുത്താനായി പരമദിവ്യോത്തമ പുരുഷൻ മാനവജന്മം സ്വീകരിച്ച് ശ്രീരാമചന്ദ്രനായി ഭൂമിയിൽ അവതരിച്ചു. ചിലപ്പോഴൊക്കെ വിഷയസംബന്ധ ശാസ്ത്രത്തിന്റെയും അതിനോടനുബന്ധ പ്രവൃത്തികളുടെയും വികാസം പ്രാപിക്കുന്ന ആദി ഭൗതിക സംസ്കാരത്തിന്റെ സഹായത്തോടെ രാവണനെയും ഹിരണ്യകശിപുവിനെ പോലുള്ള മഹാരാക്ഷസന്മാരും നാസ്തികരും മറ്റും ഭഗവത് കൽപ്പനകളെ വെല്ലുവിളിച്ച് പ്രശസ്തരായിത്തീരുന്നു. ദൃഷ്ടാന്തമായി ഭൗതിക മാർഗങ്ങളിലൂടെ അന്യഗ്രഹങ്ങളിലേക്ക് പ്രയാണം ചെയ്യുന്നതിനായുള്ള പ്രയത്നം നിയത വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഓരോ ഗ്രഹങ്ങളിലെയും സ്ഥിതി വ്യത്യസ്തവുമാണ്. മാത്രവുമല്ല ഭഗവാന്റെ നിയമസംഹിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ ഉദ്യമത്തോടെ വ്യത്യസ്ത തരക്കാരായ മനുഷ്യർ അവിടെ അധിവസിക്കുന്നു. എന്നാൽ ഭൗതിക പുരോഗതിയിൽ നാമമാത്രമായ വിജയം കൈവരിച്ച നാസ്തിക ഭൗതികവാദികൾ ഗർവത്താൽ ചിലപ്പോഴൊക്കെ ഭഗവത് അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നു. രാവണൻ അവരിൽ ഒരുവനായിരുന്നു. ആവശ്യമായ യോഗ്യതകളൊന്നും പരിഗണിക്കാതെ സാധാരണക്കാരെ ഭൗതിക മാർഗത്തിലൂടെ ഇന്ദ്രലോകത്തേക്ക് അയക്കാൻ രാവണൻ ആഗ്രഹിച്ചു. ഇന്ദ്രലോകത്തേക്ക് പ്രവേശനം ലഭിക്കാൻ ആവശ്യം വേണ്ടുന്ന ക്രമാനുസാരമായ ധർമ്മകർമ്മങ്ങളിൽ ഏർപ്പെടാതെ ജനങ്ങളെ സ്വർഗീയ ഗ്രഹങ്ങളിൽ എത്തിക്കുവാനായി നേരിട്ട് സ്വർഗത്തിലേക്ക് കോവണി നിർമ്മിക്കുവാൻ രാവണൻ ആഗ്രഹിച്ചു. ഭഗവാന്റെ നീത വ്യവസ്ഥകൾക്കെതിരായി നിരവധി മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ അയാൾ ആഗ്രഹിച്ചു. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീരാമന്റെ അധികാരത്തെ രാവണൻ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന്റെ പത്നിയായ സീതയെ അപഹരിക്കുകയും ചെയ്തു. ദേവന്മാരുടെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അനുയോജ്യമാവണ്ണം ഈ നാസ്തികനെ ഭഗവാൻ ശ്രീരാമൻ കഠിനമായി ശിക്ഷിച്ചു. ആകയാൽ അദ്ദേഹം രാവണന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും രാമായണത്തിലെ പ്രതിപാദ്യ വിഷയമായ ഈ സമ്പൂർണ്ണ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ശ്രീരാമചന്ദ്ര ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാകാൻ ഏതൊരു മാനവനും രാവണൻ ഉൾപ്പെടെ മഹാശക്തിമാന്മാരായ ഭൗതികവാദികൾക്കും സാധ്യമല്ലാത്ത അതിമാനുഷിക പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന് കുറുകെ ശിലകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന രാജകീയ പാലം നിർമ്മിച്ചു. ആധുനിക ശാസ്ത്രജ്ഞർ ഭാരമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയെങ്കിലും എല്ലായിടത്തും ഭാരമില്ലായ്മ നടപ്പിൽ വരുത്തുക സാധ്യമല്ല തന്നെ. എന്നാൽ ഭാരമില്ലായ്മ എന്ന പ്രക്രിയ ഭഗവത് സൃഷ്ടിയാണ്. തന്മൂലം ഭഗവാനെ ബൃഹത്തായ ഗ്രഹങ്ങളെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്താനും പ്രദക്ഷിണം ചെയ്യിക്കാനും കഴിയുന്നു. ഭൂഗോളത്തിനകത്ത് തന്നെ ശിലകൾക്ക് ഭാരമില്ലാതായി തീർക്കുകയും അവലംബ സ്തംഭങ്ങളുടെ സഹായമില്ലാതെ തന്നെ സാഗരത്തിന് കുറുകെ ഒരു ശിലാപാലം നിർമ്മിക്കുകയും ചെയ്തു. ഭഗവത് ശക്തിയുടെ പ്രദർശനങ്ങളാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണ നമസ്കൃത്യ നരം ജീവ നരോത്തമൻ ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതിത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം. മൂകം കരോതി വാചാലം പങ്കും ലങ്കേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യം ഈശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നരദേവത്വമാപന്ന, അതായത് നരദേവനായിട്ട് ആപന്ന ഭഗവാൻ ധരിച്ചു. എന്ത് ധരിച്ചു? ഭഗവാൻ നരനായിട്ട് രൂപം ധരിച്ചു. അപ്പൊ ഭഗവാൻ ഇവിടെ നമുക്കറിയാം ഭഗവാന്റെ അതിശയമായ ശക്തികളുണ്ട്. നമ്മളെല്ലാം പറയും പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗങ്ങളിലും ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടും, നമ്മൾ നേരത്തെയും കണ്ടു ഭഗവാൻ എന്തിനാ പറഞ്ഞത്? സുരന്മാർക്കും
ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അതിന്റെ ആ ധർമ്മത്തിനെ നിലനിർത്താനായിട്ട് ഭഗവാൻ പല രൂപങ്ങളാണ് എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഭഗവാന്റെ അനേകായിരം, നമുക്കൊന്നും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്തരം തിരമാലകൾ പോലെയാണ് ഭഗവാന്റെ അവതാര രൂപങ്ങൾ. എന്നാൽ അതിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയ ചില, അതായത് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ, അതിലും ഭക്തന്മാർക്ക് ഭഗവാന്റെ ഈ ലീലകളാണ് ഇഷ്ടം. ഇപ്പൊ ജയദേവ ഗോസ്വാമികൾക്ക് 10 അവതാരത്തിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതെന്തുകൊണ്ടാ അദ്ദേഹത്തിന് ആ അവതാരങ്ങളോട് കൂടുതൽ ഇത് തോന്നിയിട്ടുണ്ടാവും അല്ലെ, ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അതേപോലെ ഓരോ ഭക്തന്മാർക്കും ഭാഗവതത്തില് അത്രയും ഇതായിട്ട് തോന്നിയ, അത്രയും ലീലകൾ കുറെ ആടിയ, അത്രയും അധികം നേരം ലീലകൾ ആടിയ പല അവതാരങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് പൂർണ്ണനായിട്ട് ഒരു നരനായിട്ട് എല്ലാ തരത്തിലുള്ള സൗന്ദര്യവും സമ്പത്തും ആരോഗ്യവും എല്ലാം തികഞ്ഞ ഒരു പുരുഷനായിട്ട്, നാരനായിട്ട്, അതും മനുഷ്യനായിട്ട്, മനുഷ്യന്റെ പോലെ ഭഗവാൻ പോലെ, ഒരിക്കലും ഭഗവാൻ മനുഷ്യനല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ വന്നു അതിന് ജയദേവ ഗോസ്വാമികൾ പറയണത്, അതായത് ഭഗവാൻ എങ്ങനെയാണോ വാമന അവതാരം എടുത്തതും അതുപോലെ തന്നെ നരസിംഹ അവതാരം എടുത്തതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. അതേപോലെ ഇവിടെ ശ്രീരാമചന്ദ്രനായിട്ട് വരികയാണ്. നേരത്തെ നമ്മൾ കണ്ടു പരശുരാമനായിട്ട് ഭഗവാൻ അവതാരം എടുത്തത് കണ്ടു. ഇവിടെ രാമൻ, പരശുരാമൻ ഇവിടെ ശ്രീരാമനായിട്ട് തന്നെ വരികയാണ്. അതിന് ജയദേവ ഗോസ്വാമികൾ ഒരു ശ്ലോകം പറയണത്, വിതരസി ദിക്ഷു തരണേ വിതരസി ദിക്ഷുരണേ ദിക്പദനീയ കമനീയം ദശമുഖ മൗലിബലീം രമണീയം കേശവധൃത രഘുപതി രൂപ ജയ ജഗദീശ ഹരേ. കേശവ ധൃത രഘുപതി രൂപ ജയ ജയ ദേവഹരേ. രണേ ദിക്പദ കമനീയം രമണീയം. അതായത് എല്ലാ, നമ്മളൊക്കെ അറിയാം 10 ദിക്കുകൾ ഉണ്ടെന്ന് അറിയാം അല്ലെ. ഈ 10 ദിക്കുകളും എല്ലാവരും ആഗ്രഹിച്ചു എന്നാ പറയണത് രാവണന്റെ നിഗ്രഹത്തിനായിട്ട്, രാവണനെ വധിക്കാൻ. രാവണൻ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അർത്ഥം രാവണൻ ഭയങ്കര ദുഷ്ട മനസ്സുള്ള ആളാണെന്നാണ്. അത്രയും നമ്മൾക്കറിയാം ഭയങ്കര കഴിവുള്ള ആളാണ്. അത്രയും എന്താ പറയാ, വീണ വായനയ്ക്ക് അത്രയും ഭംഗിയാണ് രാവണന്റെ. അത്രയും എന്താ പറയാ, ശിവന്റെ വലിയൊരു പരമഭക്തനാണ് രാവണൻ. എല്ലാ ഗുണങ്ങളും ഉണ്ട്. എന്നാൽ മനസ്സില് കാമം, അത് അതേപോലെ തന്നെ അഹങ്കാരം, അതായിരുന്നു രാവണന്റെ ഏറ്റവും വലിയ ശത്രു. അതാണ് രാവണന്റെ നാശത്തിനും കാരണമായത്. അപ്പോ ഇവിടെ പറയണു, എല്ലാ ദേവതമാരും ആഗ്രഹിച്ചിരുന്നു രാവണനെ വധിക്കാനായിട്ട്. അങ്ങനെയുള്ള ആ രാവണനെ വധിച്ച ഭഗവാനെ ജയിച്ചാലും, അങ്ങ് ജയിച്ചാലും, അതാണ് ജയദേവ ഗോസ്വാമികൾ പറയുന്നത്. അപ്പോ നമുക്കറിയാം 8 ദിക്കുകള്, പിന്നെ മോളിലും ചോട്ടിലും, അങ്ങനെയാണ് നമ്മൾ ദിഗ്ബന്ധം ചെയ്യുകയാണെങ്കിലും. അതേപോലെ തന്നെ ഈ വാസ്തുവിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇതാണ് ഓരോ ദിക്കില്, ഈശാന കോണ്, അതേപോലെ അഗ്നികോണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇതെല്ലാം ഓരോ ദേവതമാരുടെ ആസ്ഥാന സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള ആ ദുഷ്ടപ്രവർത്തികൾ ചെയ്തിട്ടുള്ള എല്ലാവരും സഹി കെട്ടു രാവണനെ കൊണ്ട്. കാരണം എന്താ, രാവണന് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ഒരാൾക്കും രാവണനെ കൊല്ലാൻ സാധിക്കില്ല. കാരണം രാവണൻ ചോദിച്ചിട്ടുള്ള ഒരു വരം അങ്ങനെയാണ്. ദേവന്മാര്, ഗന്ധർവന്മാര് എന്ന് വേണ്ട ഒരു ജീവജാലങ്ങൾക്കും ആരും കൊല്ലരുതെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ മാത്രമേ പാടുള്ളൂ. കാരണം രാവണന്റെ വിചാരം ഉണ്ടായിരുന്നു മനുഷ്യന് രാവണന്റെ അത്രയും ശക്തി ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും രാവണനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലായിരുന്നു രാവണൻ ഇത്രയധികം ദുഷ്ടതരങ്ങൾ ചെയ്തത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളെ പോലും നമ്മൾ ബലം കുറച്ച് കാണരുത്. കാരണം ഏത് സമയത്താണ്, ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, ഹനുമാന് ഉപദേശം കൊടുക്കുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ഇത്രയും ശക്തിയുണ്ട്, നീ എഴുന്നേൽക്കൂ എന്ന് ജാമ്പവാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഹനുമാന് അത് ബോധ്യം വരുന്നത്. അപ്പോ ഓരോ ആളുകളുടെ ഉള്ളിലും അത്രയധികം ശക്തി ഉണ്ട്. അതിനെ എപ്പോഴാണോ ഭഗവത് സേവനത്തിനായിട്ടും എപ്പോഴാണോ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് ആ പൂർണ്ണതയുള്ള ആ ശക്തിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക. ഇവിടെ രാവണന്റെ ചിന്ത, രാവണനെ കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ ആരുമില്ല, രാവണനെ ആർക്കും വധിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് രാവണൻ അഹങ്കാരപൂർവ്വം നടന്നത്.
അപ്പോ ഇവിടെ നമ്മൾ രാമായണം നമുക്ക് പറയണേ, ഇതിപ്പോ രാമായണ മാസാണ്. ഇതോട് ഈ ഒരു 15-ാം തീയതിയോട് കർക്കിടക മാസത്തില് നമ്മൾ രാമായണ മാസം അവസാനിക്കുക. എല്ലാവരും രാമായണം വായിക്കുക. അങ്ങനെയൊക്കെയുള്ള ഈ പുണ്യ മുഹൂർത്തത്തില് അല്ലെ ദിവസത്തിൽ തന്നെ രാമായണനെ പറ്റി പറയാനായിട്ട് അനുഗ്രഹം തന്നതിന് എല്ലാവർക്കും പ്രണാമം. ശ്രീരാമസ്വാമിക്ക് ജയ്. അപ്പൊ ഭഗവാനെ പറ്റി, ശ്രീരാമനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ രാമായണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രാമൻ എങ്ങനെയാ, അതായത് രാമൻ വന്നത് ഗഡ്വാങ്കൻ എന്നൊരു രാജാവിനെ പറ്റി നമ്മള് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം പഠിക്കുന്ന കൃഷ്ണാപദത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗഡ്വാങ്ക മഹാരാജാവിന്, ആ ഒരു മഹാരാജാവിന്റെ മകനായിരുന്നു രഘു. അത്രയും പ്രശസ്തിയുള്ള രാജാക്കന്മാരുണ്ടായിരുന്ന സൂര്യവംശാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന് മാത്രം ഇത്ര ദേവനായിട്ട് നമ്മൾ കണക്കാക്കണേ? അവരെല്ലാവരും പ്രധാനപ്പെട്ടവരല്ലേ. അപ്പൊ ഭഗവാന് മാത്രം എന്തിനാ, അല്ല ശ്രീരാമചന്ദ്രനെ മാത്രം എന്തിനാ നമ്മൾ ഒരു രാജാവ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് നോക്കണത്? കാരണം ഇത് ഭഗവാൻ തന്നെ അവതരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാന്റെ അവതാരമായെന്ന് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ശ്രീരാമചന്ദ്രനെ നമ്മൾക്ക് അത്രയധികം നമ്മൾക്ക് പൂജാഹൻ അല്ലെ, പൂജിക്കാനായിട്ട് കാരണം ദശരഥൻ എന്താ മോശമില്ല? ദശരഥം 10 ദിക്കിലേക്കും ഒരേപോലെ രഥം തെളിക്കാൻ പറ്റിയ ആളാണ് ദശരഥൻ. ആ ദശരഥൻ എന്നിട്ട് എന്താ നമ്മൾ ദൈവം പോലെ ആക്കാന് അല്ലെ? അതുപോലെ രഘു അത്രയും വീരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു രഘു. അതാണ് രഘു വംശം എന്ന് തന്നെയാ പറയുന്നത് നമ്മള്. ആ വംശത്തിൽ പറഞ്ഞ ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ അവതാരമായതുകൊണ്ടാണ്, നരരൂപത്തില് ഭഗവാൻ അവതരിച്ച് വന്നതാണ് അല്ലെ. അപ്പൊ ഭഗവാന്റെ കൂടെ ലക്ഷ്മി ദേവിയായിട്ട് സീതാദേവി, രാധാറാണിയുടെ തന്നെ അല്ലെ, രാധാറാണിയായിട്ട് തന്നെ സീതാദേവിയും, പിന്നെ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അതെങ്ങനെയായിരുന്നു? ദശരഥ മഹാരാജാവിന് കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ട് അവിടെ അതിൽ നിന്നുണ്ടാവണ പായസത്തിന്റെ ഒരു പങ്ക് കൗസല്യക്കും ഒരു പങ്ക് കൈകേയിക്കും കൊടുത്തു. അവര് രണ്ടാളും അവരിൽ നിന്ന് കിട്ടിയ ഓരോ പങ്ക് സുമിത്രാദേവിക്കും കൊടുത്തു. അങ്ങനെ 3 ഭാര്യമാരായിരുന്നു ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നത്. അപ്പോ ചിലപ്പോ നമുക്ക് തോന്നും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ വേഗം വരണം, എനിക്കാണ് എല്ലാം ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഓടി വരികയാണ്. നമുക്ക് തന്നെയാണ് എല്ലാം എന്താ പറയാ സേവകൾ ചെയ്യണം, എനിക്കെല്ലാം ഭഗവാന്റെ, അല്ലെങ്കിൽ ഞാനാണെല്ലാം. അതും അവിടെ സുമിത്ര നമുക്ക് തരുന്നൊരു ഉദാഹരണം എന്താന്ന് വെച്ചാൽ, ഭഗവാനെ സേവ മനസ്സുകൊണ്ട് ചെയ്താലും ആ സേവയുടെ ഫലം ഡബിളായിട്ട് കിട്ടും. അങ്ങനെയാണ് അല്ലെ. 2 ഭാര്യമാർക്ക് കൊടുത്തപ്പോഴും സുമിത്ര ഒരിക്കലും എനിക്ക് തന്നില്ല എന്ന് വിചാരിച്ചില്ല. ഭഗവാന്റെ ഇച്ഛയിലാണ് സുമിത്ര നിന്നത്. അത്രയും നല്ലൊരു പതിവ്രതയായ ഒരു ഭക്തയും കൂടിയാണ്. അതുകൊണ്ടാണ് രാമന്റെ സേവനത്തിനായിട്ട് തന്നെ 2 മക്കൾ അല്ലെ, ലക്ഷ്മണനും ശത്രുഘ്നനും. അപ്പോ അത്രയും പാതിവ്രത്യവും അതുപോലെ തന്നെ ഭക്തയുമായ ആ സുമിത്രാദേവിക്ക് 2 പങ്കാണ് കിട്ടിയത്. അങ്ങനെ നമുക്കറിയാം ശ്രീരാമചന്ദ്രൻ അവതരിച്ചു. അപ്പൊ ആ അവതാരം കൗസല്യാദേവിയുടെ പുത്രനായിട്ട് അവതരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ആ വിശ്വരൂപമല്ല, ഭഗവാന്റെ 4 കൈയുള്ള ആ ഫോമിൽ കാണിച്ചു കൊടുക്കുമ്പോൾ കൗസല്യ ദേവി പറയാണ്, എനിക്ക് എൻ്റെ മകനായിട്ട് എനിക്ക് കണ്ടാൽ മതി എന്ന് പറയും. ഇതേ സംഭവങ്ങൾ നമ്മള് കൃഷ്ണന് അവതാരത്തിലും കാണുന്നുണ്ട്. രാമനും കൃഷ്ണനും തമ്മിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാല്, എത്രയും ശാന്തനും സൽസ്വഭാവിയും സത്യസന്ധനുമാണോ രാമൻ, അതിന് നേരെ എതിരായിരുന്നു കൃഷ്ണൻ. എന്നാലും കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിരിയാണല്ലേ വരിക, പുഞ്ചിരിയാ വരിക. കൃഷ്ണന്റെ ലീലകൾ കേൾക്കുമ്പോൾ മനസ്സിനിങ്ങനെ നിറയും അല്ലെ, മനസ്സിങ്ങനെ സന്തോഷമായിട്ടിരിക്കുക നമ്മള്. ശ്രീരാമൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭക്തി ബഹുമാനാണ്, ആ ഒരു രാജാവിനോടുള്ള ഒരു ബഹുമാനാണ് നമുക്ക് തോന്നുക. അതേസമയം കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ 125 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും വലിയ വിശ്വരൂപം കാണിച്ചു കൊടുക്കാനും ഇത്രയും വലിയ യുദ്ധത്തിന് നിൽക്കാനും ഭഗവാന്റെ തിരുവായ്മൊഴിയായ ഭഗവത്ഗീതയൊക്കെ തന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാലും കൃഷ്ണ എന്നങ്ങോട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ കുട്ടി രൂപാണ്. ആ ഓടക്കുഴലെല്ലാം വിളിച്ച് അല്ലെങ്കിൽ ആ ഗോപികമാരോട് കൂടെ ഓടി നടന്ന വെണ്ണ കെട്ട് തിന്ന ഭഗവാനെ എല്ലാവർക്കും ഓർമ്മ വരിക കൂടുതൽ. അപ്പൊ ആ ഭഗവാനോട് തോന്നുന്ന ഒരു വാത്സല്യം അല്ലെങ്കിൽ ആ ഒരു പ്രേമഭക്തി നമുക്ക് വേറെ എവിടെയും തോന്നില്ല. അതാണ് ആ ഒരു രൂപത്തിന്റെ ഒരു പ്രത്യേകത. എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ രാമാവതാരത്തില്, അത് മുഴുവൻ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്.
എന്താണ് വെണ്ണ കഴിക്കുക, ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കുക, അല്ലെ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ ഭഗവാൻ ചെയ്തേണ്ട. നേരെ മറിച്ച് ശ്രീരാമൻ ഏകപത്നി വ്രതനായിട്ട് അന്യ സ്ത്രീകളെ പോലും അദ്ദേഹം ഇതാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത്ര എന്താ പറയാ, പത്നി ഇതായിട്ട് ഏകപത്നി വ്രതനായിട്ടിരിക്കുന്ന അത്രക്കുള്ള ഇതുള്ള ആളാണ്, മനസ്സിന് ബലമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്രൻ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്. അപ്പൊ ദശരഥൻ, അപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു ഭക്ഷണം ഉണ്ടാക്കണേ, ഇപ്പൊ ചെറിയ ഒരു അരച്ചിലക്ക് ഞങ്ങളിങ്ങനെ പറയും നാളികേരം തൈരൊക്കെ കൂട്ടിയിട്ട് ഒരു ഇതുണ്ടാക്കും. അതിന് നമുക്ക് വലിയ വിശേഷിച്ചിട്ടൊന്നും ചെയ്യാണ്ട് എളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യം. എന്നാൽ നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാണ്, അല്ലെങ്കിൽ ഒരു അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ കഷ്ണങ്ങൾ. ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മസാല വേണം, ചിലതിൽ തേങ്ങ അരയ്ക്കണം, പിന്നെ പരിപ്പ് വേവിക്കണം, കഷ്ണങ്ങൾ ഇടണം. അപ്പൊ അങ്ങനെ കുറെ പണികൾ ചെയ്താലാണ് ഒരു നല്ല സാമ്പാറായിട്ട് പുറത്തേക്ക് വരിക. അതേപോലെ ഓരോ അവതാരത്ത് സമയത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇവിടെ എന്താ ഉണ്ടായിരിക്കണേ, പലതരത്തിലുള്ള ശാപങ്ങളുടെ ഫലമായിട്ടാണ് ശ്രീരാമചന്ദ്രന്റെ ഈ ഒരു അയനം, ഈ ഒരു കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദശരഥ മഹാരാജാവ് ചെറിയ നായാട്ടിന് പോയ സമയത്ത് അവിടെ വച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഒരു അച്ഛനെയും അമ്മയും കൊണ്ടുപോയിട്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം കൊളക്കടവിൽ വെച്ചിട്ട് വെള്ളം എടുക്കുമ്പോൾ ദശരഥൻ വിചാരിച്ചു അത് മാൻകുട്ടിയാണെന്ന് പറഞ്ഞ് അമ്പ് ചെയ്ത് ആ ശബ്ദം കേട്ടിട്ട് അമ്പ് ചെയ്ത് അദ്ദേഹം മരിക്കുകയാണ്. മരിക്കുമ്പോ പറയും, എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കണ്ണ് കാണാത്തവരാണ്, അവരെ ഞാൻ ഇങ്ങനെ തീർത്ഥാടനത്തിന് കൊണ്ടുപോകായിരുന്നു, ഇനി ഈ ജലം അവിടെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദശരഥൻ കൊണ്ട് കൊടുക്കുകയാണ് അമ്മയ്ക്കും അച്ഛനും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് മകനല്ലാന്ന്. എല്ലാവരും അന്നത്തെ കാലത്ത് എല്ലാവർക്കും ദിവ്യമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരാണ്. അപ്പൊ അവര് ചോദിക്കും, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ പറയും, ഇങ്ങനെ ദശരഥ മഹാരാജാവാണ്, ഞാൻ അറിയാണ്ട് എന്റെ കൈകൊണ്ട് അങ്ങയുടെ പുത്രന്റെ ദേഹത്യാഗത്തിനുണ്ടായി എന്ന് പറയുമ്പോ അവര് ശപിക്കും, പുത്ര ദുഃഖം എന്താണെന്ന് നീ അറിയട്ടെ, അല്ലെ? അപ്പൊ അവിടെ ഒരു ശാപം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ദശരഥൻ കൈകേയിയും കൊണ്ട് പോകുമ്പോഴാണ് യുദ്ധത്തിന്, ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനൊക്കെയാണ് ഈ രഘുവംശത്തിലെ രാജാക്കന്മാരെല്ലാം പോയിരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് രഥത്തിന്റെ ചക്രത്തിന്റെ ഇത് വിടുമ്പോ കൈകേയിയുടെ വിരല് വെച്ചിട്ടാണ് അതിനെ താങ്ങി നിർത്തുന്നത്. അങ്ങനെയാണ് ദശരഥനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോ അന്ന് കൈകേയിയോട് പറയും, ഞാൻ 2 വരം തരാം, ചോദിച്ചോളൂ എന്ന് പറയുമ്പോ കൈകേയി പറയും, എനിക്ക് വേണ്ട, വരമൊന്നും വേണ്ട, ഞാനത് സേവ ചെയ്തതാണ്, എന്റെ ഭർത്താവാണെന്ന്. അത്രയും നല്ലൊരു സ്ത്രീയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, പതിവ്രതയായ ആ അമ്മ ഒന്നും ആവശ്യപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു 2 വരം അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഹല്യ ശാപത്തിലിരിക്കുന്നു. പിന്നെ ശരഭൻ ഭഗവാന് വേണ്ടി കാണാനായിട്ട് കാത്തിരിക്കുന്നു. ശബരി ഭഗവാനെ കാണാൻ കാത്തിരിക്കുന്നു. ഗുഹൻ. അപ്പൊ അങ്ങനെ കാട്ടിൽ കൂടെ ഭഗവാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കാട്ടില് പലയധികം തപസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയി ജഡായുവും ദശരഥനും വളരെ കൂട്ടുകാരായിരുന്നു അത്. അപ്പൊ ആ സമയത്ത് ജഡായു ഇങ്ങനെ പറയും, എന്റെ അന്ത്യകർമ്മം ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോ ദശരഥൻ പറയുന്നു, എന്റെ പുത്രനെ ഞാൻ വിട്ട് അന്ത്യകർമ്മം ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓരോരോ വാക്കുകളെ നിറവേറ്റാനായിട്ടും ഓരോരോ കാര്യങ്ങൾക്കായിട്ടും ഇങ്ങനെ എന്താ പറയാ, ഇതിലൊക്കെ പുറമെ എന്താ, രാവണന്റെ ആഗ്രഹമാണ് നരൻ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വരവും കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് പറയുന്നുണ്ട്, അധ്യാത്മ രാമായണത്തിൽ എഴുതിക്കുന്നുണ്ട്, അതായത് ഇവര് 3 ആളും തപസ്സിരിക്കുമല്ലോ, രാവണനും കുംഭകർണനും വിഭീഷണനും തപസ്സിരിക്കും. അപ്പൊ രാവണന്റെ ഈ വരം ചോദിക്കുമ്പോ എങ്ങനെ ആരും കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ അഥവാ കൊന്നാൽ തന്നെ ഒരു മനുഷ്യൻ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ ബ്രഹ്മാവ് ആ വരം കൊടുക്കും. ബ്രഹ്മാവ് ആ വരം കൊടുത്തു കഴിഞ്ഞാൽ കുംഭകർണന്റെ അടുത്ത് വരും. കുംഭകർണനോട് പറയും, നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്, എണീക്കാൻ പറയുമ്പോ ദേവന്മാര് അതിനു മുമ്പേ ബ്രഹ്മാവിനോട് പറയും, ബ്രഹ്മാവേ, ഇവര് ഭയങ്കര ശക്തിശാലികളാണ് ദേവ, അതുകൊണ്ട് അങ്ങ് വരം കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോ തന്നെ ബ്രഹ്മാവ് സരസ്വതി ദേവിയോട് പറയും, നാക്കിന്റെ തുമ്പത്ത് പോയി ഇരിക്കണം. ഇവരാണ് കുംഭകർണന്റെ. അങ്ങനെയാണ് നിദ്രത്വം എന്നുള്ള വരം കുംഭകർണൻ വാങ്ങിക്കുന്നത്. ആ ഒരു വരം കൊടുത്തു കഴിഞ്ഞ് വിഭീഷണന്റെ അടുത്ത് വരും. അതാണ് നമ്മൾ ഓരോ ആൾക്കാരുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. വിഭീഷണൻ എന്താ പറയണേന്ന് അറിയോ? ധർമ്മം നിലനിർത്താൻ എന്നെ കൊണ്ട് സാധിക്കണം,
പാപകർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ഇടവരുത്തരുത്, പാപകർമ്മങ്ങളെ എനിക്ക് ഒരു തരത്തിലും ബാധിക്കരുത്, ചെയ്യാനോ കേൾക്കാനോ അറിയാനോ ഇടവരുത്തരുത്. അതാണ് വിഭീഷണൻ പറഞ്ഞത്. പിന്നെ വലിയൊരു കാര്യം ചെയ്യണം, എന്താ പറയുമോ, ആ ഭഗവാന്റെ ശ്രീപാദങ്ങളെ വന്ദിക്കാനും പൂജിക്കാനുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. അതാ ഒരേ അമ്മയുടെ അച്ഛന്റെ 3 മക്കളാണ് അല്ലെ. ഈ 3 മക്കളും ചോദിച്ച ഓരോരോ എന്താ പറയാ വരത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ വിഭീഷണൻ അത് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്താ പറഞ്ഞത്, നീ കൽപ്പാന്തം വരെ ജീവിച്ചിരിക്കട്ടെ എന്നാണ് അനുഗ്രഹം കൊടുക്കുന്നത്. കാരണം അത്രയും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഭഗവാന് സേവ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ ചിരഞ്ജീവികളായിട്ട് നമ്മള് ഹനുമാനെ കണ്ടിട്ടുണ്ട്, ദാസ്യം ഹനുമാൻ ചെയ്യണം അല്ലെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. നമ്മള് ഭഗവാന് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാനും എങ്ങനെ സേവ ചെയ്യാനും ഹനുമാൻ തയ്യാറാണ്. ആ ഹനുമാനെ പോലെയുള്ള ഭക്തന്മാർക്ക് ഇന്നും ഇരിക്കാൻ കാരണം ഭഗവത് സേവനത്തിന്റെ മുഖ്യം കാരണമാണ്. അപ്പോ വിഭീഷണനോട് പറയാണ്, നീ കൽപ്പാന്തം വരെ ജീവിച്ചിരിക്കട്ടെ എന്ന്. ആ 3 പേരുടെയും വ്യത്യസ്ത മനസ്ഥിതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ രാവണന്റെ ആഗ്രഹം കൂടെ നിറവേറ്റേണ്ട ആവശ്യമുണ്ട്. പിന്നെ രാവണന് കുറെ ശാപങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ കൈലാസപർവ്വതം എടുത്തു പൊക്കുമ്പോ കുറെ കുരങ്ങന്മാരെ കളിയാക്കുമ്പോ കുരങ്ങ മൂലം നീ നാശം വരട്ടെന്നും, അതേപോലെ തന്നെ പാർവതി ദേവിയെ പിടിക്കാനായിട്ട് വരുമ്പോ പാർവതി ദേവി പറയും നിനക്ക് സ്ത്രീ മൂലം നാശം ഉണ്ടാവട്ടെ എന്ന് പറയും. അപ്പൊ ആരിൽ നിന്നൊക്കെ ശാപം മേടിക്കാൻ പറ്റുമോ അതൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് രാവണൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രാവണന് വന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യണല്ലോ, ഒരു സാമ്പാർ വെക്കുന്ന പോലെ അത്രയും അധികം ചേരുവകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഈ വാനരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ വാനരന്മാര് എന്ന് പറയുന്നത് ദേവന്മാര് തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം ശ്രീരാമ അവതാരത്തിലേക്ക് വേണ്ടിയിട്ട് എന്തിനപ്പൊ വാനരന്മാരല്ലേ, മനുഷ്യര് തന്നെ പോരായിരുന്നു. മനുഷ്യരൂപത്തിൽ അവതരിച്ച രാമനെ സഹായിക്കാൻ മനുഷ്യരെയൊക്കെ എളുപ്പം നടക്കാം. അതിനും വ്യത്യാസമുണ്ട്. കാരണം അത്രയും അധികം രാവണന്റെ കയ്യില് ഓരോ തരത്തിലുള്ള യുദ്ധത്തിലുള്ള സാധനങ്ങളാണുള്ളത്. അപ്പൊ അങ്ങനെ യുദ്ധമുറകൾ അത്രയും പ്രഗത്ഭനാണ്. അപ്പൊ ഒരു നരനെ കൊണ്ട് കൊല്ലാൻ പറ്റും എന്നല്ലാണ്ട് എല്ലാ നരന്മാരുടെ അടുത്തും രാവണന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തതിന് പിന്നെ ഇവിടെ വേറൊരു ഇതുണ്ട്. ഇന്ദ്രജിത്ത് ഒരു വരം മേടിച്ചിട്ടുണ്ട്, 14 കൊല്ലം ഊണും ഉറക്കമില്ലാത്ത ആളായിരിക്കണം എന്നെ കൊല്ലണതെന്ന്. അങ്ങനെ ലക്ഷ്മണൻ ഇവര് വനവാസ സമയത്ത് ഒരു പോള കണ്ണടയ്ക്കാണ്ടാണ് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയും സേവിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെയും ഒരു വരം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ ഓരോരോ കാര്യങ്ങളായിട്ട് ഭഗവാൻ ചെയ്തത് ഇവിടെ. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രൻ നമുക്കറിയാം, ഗ്രാവിറ്റീനെ പറ്റി എല്ലാവർക്കും അറിയാം. ഭൂഗുരുത്വം അല്ലെ. നമ്മുടെ എന്താ പറയാ, ഓരോ ഗ്രഹങ്ങളും ഈ ഭൂമി എന്താ പറയാ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ്. ഭഗവാനാണ് അത് പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത് നമ്മളൊക്കെ 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഈ ആകാശഗോളങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ ഒരു കല്ല് പൊങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കാര്യമല്ല. പക്ഷെ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തോന്നും ഒരു കല്ല് എങ്ങനെയാ പൊങ്ങിക്കിടക്കുകയെന്ന് അല്ലെ. കാരണം നമ്മളെല്ലാം നമ്മുടെ ചെറിയ ബുദ്ധിയില് ഇപ്പൊ ഇന്ന് നമ്മൾ പറയും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്ക് പറ്റില്ല അല്ലെ, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ആ ബുദ്ധിമുട്ട് എന്താ വരുന്നത്, നമ്മൾക്ക് അതിന് ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഇവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഭഗവാൻ നമ്മൾക്ക് 15-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്, ഗാമാവിശ്യച്ച ഭൂതാനി ധാരയാമിഹ മോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത രസാത്മക. അതായത് ഓരോ ഗ്രഹങ്ങളിലും ഞാൻ ഉൾപ്പൂകി. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഗാമാവിശ്യച്ച ഭൂതാനി ധാരയാമ്യഹ മോജസ. ഓജസ അതായത് ഭഗവാൻ ഓരോ ഗ്രഹങ്ങളിലും ഉൾപ്പൂവി ആ ഗ്രഹങ്ങളെയെല്ലാം ഈ ഭ്രമണപഥത്തില് സ്ഥായിയായി നിർത്തണു. അപ്പൊ ഭഗവാൻ അതിന് ആ ശക്തി കൊടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം കൂട്ടിയിടിച്ച് എന്തായിരുന്നേനെ അവസ്ഥ. അപ്പൊ ഓരോന്നും അതിന്റെ തന്നെ
ഭ്രമണപഥത്തില് അന്യോന്യം ഇടിക്കാണ്ട് അത് നടത്തി കൊണ്ടുപോണ ആ ഭഗവാൻ നരനായിട്ട് ജനിച്ചാലും ഒരു കല്ല് മുകളിലേക്ക് പൊങ്ങി വരുന്നതിൽ വലിയ ആശ്ചര്യമൊന്നും വേണ്ട. പക്ഷെ നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഭഗവാന്റെ ആ വിഭൂതികളെ പറ്റി, ഭഗവാനെ കുറിച്ചും ജന്മകർമ്മച്ചമേ ദിവ്യം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ദിവ്യമായ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏവംയോ വേത്തി തത്വതഃ, ആരാണോ വിധിയാമണ്ണം വേണ്ട വിധത്തിൽ മനസ്സിലാക്കണത്, അതും ഭഗവാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേൾക്കണതല്ല ഭഗവാൻ പറയുന്നത്, വിധിയായ വിധത്തില് കറക്റ്റ് ആ തത്വങ്ങളെ കുറിച്ച് അതിന്റെ ആ ഗ്രാഹ്യമായ ഉള്ളിലേക്ക് നമ്മൾ എന്താ പറയാ, എത്രയൊക്കെ തന്നെ നമ്മൾ വായിക്കാലും എത്രയായാലും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ കല്ല് മുകളില് പൊങ്ങിയിട്ടു. അപ്പൊ വാനരന്മാരോട് പറയണ്ട, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഒരു കല്ലെടുത്തിട്ട് രാമ എന്ന് പറഞ്ഞിട്ടാ മതി എന്ന് പറയും അല്ലെ. അങ്ങനെ രാമ എന്ന് പറഞ്ഞിട്ട് ആ കല്ല് മുഴുവൻ പൊങ്ങി കിടന്നിട്ട് ഇപ്പുറത്തുനിന്ന് ധനുഷ്കോടിയുടെ അവിടെ നിന്ന് ശ്രീലങ്ക വരെ ഒരു പാലം നിർമ്മിക്കാൻ അത്ര വലിയ പാടൊന്നും ഉണ്ടായില്ലേ ഭഗവാന്. അങ്ങനെ ആ പാലം നിർമ്മിച്ചിട്ടാണ് എല്ലാവരും പോയിട്ട് യുദ്ധം ചെയ്യുന്നത് അല്ലെ. ആ യുദ്ധം ചെയ്യുമ്പോ എന്താ ചെയ്യണത്, ഇവര് വലിയ വലിയ ആയുധങ്ങൾ എടുത്ത് ചെയ്യുമ്പോ ഈ വാനരന്മാരെന്ത് ചെയ്യും, കല്ലും മരവും ഒക്കെയാണ് വലിച്ചെറിയുക. അങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം മിലിറ്ററി ഒക്കെ വരുമ്പോ കാശ്മീരിലൊക്കെ നടക്കുന്നത് എന്താണ്. അത് പക്ഷെ വാനരന്മാരായിട്ടല്ല അല്ലെ, നമുക്കറിയാതെ. ഇത് ഭഗവാന്റെ സേവകന്മാരായിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ഭഗവത് സേവനമായതുകൊണ്ടാണ് അതിന് അത്രയും അവർക്കൊക്കെ പുണ്യം കിട്ടുന്നത്. അവർക്കൊക്കെ പുണ്യം എന്നല്ല പറയാ, അവർക്കൊക്കെ ആ ഭഗവാന്റെ അനുഗ്രഹം വരുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ വിശ്വാമിത്രൻ വന്നിട്ടാണ് ശ്രീരാമചന്ദ്രനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ ദശരഥന് ഭയങ്കര ഇഷ്ടമായിരുന്നു രാമാന്ന് പറഞ്ഞാല്. ആ രാമന്റെ കൂടെ ലക്ഷ്മണനും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ അവര് പോയി താടകയെ വധിക്കും. അങ്ങനെ അഹല്യയെ പറ്റി എല്ലാവർക്കും അറിയാം, അഹല്യാമോക്ഷം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു യുഗത്തിന് മുമ്പിൽ വന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആചാര്യന്മാരിൽ നിന്ന്. കാരണം ദ്വാപരയുഗം രണ്ടാമത്തതും ത്രേതായുഗം, ത്രേ എന്ന് പറഞ്ഞാൽ 3. അപ്പൊ മൂന്നാമത്തെ യുഗം രണ്ടാമത് വരാൻ കാരണം ഈ അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പൊ അഹല്യാദേവിയെ കഥ അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഗൗതമ മുനി ഇങ്ങനെ ശപിച്ച് കല്ലാക്കി എന്ന് പറഞ്ഞാൽ കല്ലിന്റെ രൂപം എന്ന് മാത്രമല്ല നമ്മൾ വിചാരിക്കേണ്ടത്, അദൃശ്യമായിട്ട് ആ അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള ആഹാരങ്ങളൊന്നും ഇല്ലാണ്ട് വായു ശ്വസിക്കാൻ, അതായത് എല്ലാം സഹിച്ച്, കാറ്റും വെളിച്ചവും മഴയും ഒക്കെ സഹിച്ച് ആ ആശ്രമത്തിന്റെ ഉള്ളില് യാതൊരു ബന്ധമില്ലാണ്ട് ഒരു ഇതുപോലെ ജീവിക്കുകയാണ് ആ അമ്മ. അപ്പൊ ആ അമ്മയ്ക്ക് ശാപം കിട്ടാൻ കാരണം ഇന്ദ്രൻ ഈ ഗൗതമ മുനിയുടെ പ്രശസ്തി, അതായത് തപസ്സിന്റെ ബലത്തിനെ കളയാനായിട്ടും കൂടിയാണ് എന്നാ പറയണത്. അതാണ് അഹല്യാദേവിയുടെ കൂടെ ജീവിക്കണമെന്ന്, അതായത് ബന്ധപ്പെടണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. അത് തോന്നി വരുമ്പോ ഇവിടെ ഇത്രയും നാളത്തെ ആ പാതിവൃത്യത്തിന്റെ ശക്തി, സ്ത്രീകളുടെ ശക്തിയാണ് പാതിവൃത്യം. അത്രയും പാതിവ്രതകളായ ആ സ്ത്രീകളുടെ കൂടെയുള്ള ആളുകൾക്കും മുനിമാർക്കും അത്രയും ശക്തി കിട്ടും. തുളസി മഹാറാണിയുടെ കഥയിൽ അങ്ങനെ പറയുന്നുണ്ട്. ശംഖചൂഡന്റെ ഏറ്റവും വലിയ ശക്തി ഉണ്ടായിരുന്നത് തുളസി മഹാറാണിയുടെ പാതിവൃത്യമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ പാതിവൃത്യ ഭംഗം വരുന്നാൽ ഗൗതമന്റെ ശക്തി കുറയും. അതിനു കൂടെ വേണ്ടിയിട്ടാണ് ഇന്ദ്രദേവൻ അഹല്യയുടെ കൂടെ പ്രാപിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അഹല്യക്ക് അറിവുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് ഇന്ദ്രനാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഗൗതമ മുനി ഒരു തരത്തില് അഹല്യാദേവിയെ രക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുന്ന ജന്മങ്ങള് താമിശ്രം എന്ന് പറഞ്ഞ വലിയൊരു നരകത്തിൽ ചെന്നുപെടും. ആ നരകത്തിൽ ചെന്നുപെട്ടാൽ അത്രയും നരക യാതനകൾ അനുഭവിക്കണം. എന്നാൽ അതിനനുസരിച്ചിട്ട് ഇവിടെ എന്താ ഉണ്ടായത്, ഇവിടെ ആ അമ്മയ്ക്ക് ഭഗവാന്റെ പാദസ്പർശത്തോടു കൂടെ മോക്ഷം കൊടുക്കുക ചെയ്യണത്. അപ്പൊ ആ അമ്മ അത്രയും സൗഭാഗ്യവതിയാണ്. അതാണ് ഭഗവാന് തന്നെ നേരിട്ട് വന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നത്. പിന്നെ ശരഭനെ കാണുന്നു. ശബരിയെ എന്താ ചെയ്യണത്, ഭഗവാന് വേണ്ടി എല്ലാ ദിവസവും പഴം പറിക്കുന്നു. എല്ലാ ദിവസവും പോയിട്ട് പഴങ്ങൾ പറിച്ച് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ ശ്രദ്ധിച്ചു വെക്കും, ഇന്നാണോ രാമൻ വരിക, ഇന്നാണോ രാമൻ വരിക. അപ്പൊ ശബരിയുടെ ആരാണ് ഗുരുനാഥൻ പോണതിന് മുമ്പ് പറയും, രാമൻ വരും, ഒരു ദിവസം നീ കാത്തിരുന്നോളാൻ പറയാണ്.
അങ്ങനെ ആ ശബരി അവിടെ കാത്തിരിക്കുമ്പോഴാണ് എല്ലാ ദിവസവും പഴം പറിച്ച് രാമൻ എപ്പോഴാ വരിക, രാമൻ എപ്പോഴാ വരിക എന്നിങ്ങനെ കാത്ത് 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 അവസാനം ശ്രീരാമചന്ദ്രദേവനും ലക്ഷ്മണനും കൂടെ വരും. അപ്പൊ ഇവര് വന്നിട്ട് എന്താ ചെയ്യണത്, വന്നിരുത്തി അവരെല്ലാം ഇരുത്തി കഴിഞ്ഞ് ആ സന്തോഷം കൊണ്ട് ആ അമ്മ ഓരോ പഴം കടിച്ച് നോക്കും, സ്വാദുണ്ടോ, എന്നിട്ട് കൊടുക്കും. ഇത് കാണുമ്പോ ലക്ഷ്മണൻ തീരെ ഇഷ്ടാവില്ല. ഇതെന്താ ഈ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണ, കടിച്ച പഴം കഴിക്കണ്ടെന്ന് വരെ രാമനോട് പറയുന്നുണ്ട്. അപ്പൊ രാമൻ പറയും, അല്ല, ആ അമ്മ എനിക്ക് കടിച്ച പഴം അല്ല തരുന്നത്, ആ അമ്മയുടെ ഭക്തിയാണ് എന്നെ തരുന്നത് അല്ലെ. എങ്ങനെ തന്നാലും എനിക്ക് നല്ലത് മാത്രം തരണം എന്നുള്ളതാണ് ആ അമ്മയുടെ മനസ്സിലുള്ള ചിന്ത. അപ്പൊ ആ അമ്മ അത് ചീത്തയായ ഒരു സാധനം കൂടെ, ഒരു ചെറിയൊരു കഷ്ണം പോലും ഞാൻ കഴിക്കരുത് എന്നുള്ള അമ്മയുടെ സ്നേഹമാണ്, പ്രേമം. എപ്പോഴും ഭഗവാൻ എപ്പോഴും കൃഷ്ണൻ പറയണത് പ്രേമഭക്തി പറ്റിയാണ്. പ്രേമത്തിന്റെ ആ ഒരു ഗോപികമാർക്കുള്ള രാഗാത്മിക ഭക്തി, ആ ഒരു ഭക്തിയിലേക്ക് നമ്മൾ എത്താൻ, അതാണ് ഇവിടെ ഭഗവാൻ വേറൊരു രൂപത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരാള് എത്രത്തോളം മാനസിക, നമുക്കൊരു ഭക്തന്റെയും അളവ് അറിയാനായിട്ടുള്ള അളവ് പോലൊന്നും നമുക്കില്ല. ഓരോ ഭക്തരും ഓരോ തരത്തിലാണ്. അപ്പോ ഇവിടെ ഈ അമ്മ ആ ഭക്തന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ എന്താ പറയാ, അല്ല സോറി, ഇവിടെ ആ ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കണത് അത്രയും സ്വാദുള്ള പഴങ്ങളായിരുന്നു. അതായിരുന്നു ആ അമ്മയുടെ ഇത്. അങ്ങനെ ശബരിക്ക് മോക്ഷം കൊടുത്ത് അവര് അങ്ങനെ പോകണു. അഗസ്ത്യമുനിയെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടാണ് അവര് അവിടെ താമസിച്ചിരിക്കുമ്പോഴാണ് എന്താ പറയാ, മാരീചൻ എന്ന് പറഞ്ഞൊരു രാക്ഷസന് വരുന്നതും. അപ്പൊ മാരീചന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ശരിക്കും മാരീചൻ അറിയാം ഭഗവാനാണ് ശ്രീരാമചന്ദ്രൻ എന്നും, ശ്രീരാമചന്ദ്രന് അടുത്ത് അതിനു മുമ്പാണ് ശൂർപ്പണക വരുന്നുണ്ട്. ശൂർപ്പണക വന്നിട്ട് ശ്രീരാമചന്ദ്രനോട് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ എന്താ പറയണത്, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ട, എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ഏകപത്നി വ്രതനാണ്, ലക്ഷ്മണനോട് ചോദിക്കുന്നത്. അങ്ങനെ സുന്ദരിയായിട്ടൊക്കെയാ വരുന്നത്. പക്ഷെ സീതയെ കണ്ടപ്പോ അങ്ങോട്ട് ദേഷ്യം വരികയാണ്, ഇവള് കാരനാണ് പറ്റാഞ്ഞെന്ന് പറഞ്ഞിട്ട് സീതാദേവി ഉപദ്രവിക്കാൻ പോകുമ്പോഴാണ് ലക്ഷ്മണൻ മൂക്കെല്ലാം മുറിച്ച് വിരൂപിയാക്കണത്. അങ്ങനെയാണ് ശൂർപ്പണക പോയിട്ട് രാവണനോട് സൂചിപ്പിച്ചതും. രാവണൻ വന്നിട്ട് സീതാദേവി, അതിനു മുമ്പ് രാവണൻ വന്നിട്ട് മാരീചനോട് പറയും, ഇങ്ങനെ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ശ്രീരാമനെ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയാം. അപ്പൊ താടകയെ കൊന്നപ്പോഴേ രാവണനെ അറിയാം, മാരീചന് അറിയാം ഇത് ഭഗവാനാണെന്നുള്ളത് നന്നായി അറിയാം. ഇതിനു മുമ്പ് സീതാദേവിയെ കല്യാണം കഴിക്കണോ, സീതാദേവിയെ കല്യാണം കഴിക്കുന്നുണ്ട്. ശിവചാപം ഒടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി പരശുരാമനെ കാണുന്നു, വൈഷ്ണവ ചാപം അത് സ്വീകരിക്കുന്നു. അങ്ങനെ പരശുരാമന്റെ എല്ലാ ദിവ്യത്വവും എല്ലാ ഇതും ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക സമയം വരുന്നു. ആ പട്ടാഭിഷേക സമയത്ത് എന്താ പറയാ, ശ്രീരാമചന്ദ്രനെ തലേ ദിവസം വന്നിട്ട് പറയാണ്, ഭഗവാനെ ഇങ്ങനെ പോയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ രാവണനെ കൊല്ലാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോഴാണ് സരസ്വതി ദേവി മന്ദരയുടെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയില്ലേ, സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല, അതിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാൻ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഭഗവാന്റെ എന്തോ ഒരു ലീലയാണ്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ ആയിരിക്കും നമ്മളെ കൊണ്ട് പറയിക്കണേ. അങ്ങനെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ മന്ദരെ കൊണ്ടും ഭഗവാൻ അത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്ന 2 വരം ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് 14 കൊല്ലം ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയക്കാനുള്ള ഇത്. അപ്പൊ സീതാദേവി പറയും, അങ്ങന്റെ ഭർത്താവാണ്, ഞാൻ അങ്ങയെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ വരും. അല്ലാണ്ട് ഇവിടെ സീതാദേവി കൊട്ടാരത്തിലിരുന്നെങ്കിൽ രാവണൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെ. അപ്പൊ അങ്ങനെ സീതാദേവിയും കൊണ്ട് ശ്രീരാമചന്ദ്രൻ, അപ്പൊ ലക്ഷ്മണൻ പറയാണ്, ഞാനും വരും അങ്ങയുടെ കൂടെ എന്ന് പറയും. അപ്പൊ സുമിത്രാ ദേവിക്ക് അത്രയും നല്ലൊരു അമ്മയായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഭഗവാനെ സേവിക്കാനില്ലേ. അങ്ങനെ പോവാണ് അവര്. അങ്ങനെയാണ് ഈ ഇതിലെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാരീചൻ വന്നിട്ട് സ്വർണമാനിന്റെ രൂപത്തിൽ വരുന്നതും. അപ്പോ മാരീചൻ എന്തുകൊണ്ടാണ് സ്വർണമാനിന്റെ രൂപത്തിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ, മാരീചനോട് രാവണൻ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും ശ്രീരാമചന്ദ്രനെ അവിടെ നിന്ന് മാറ്റണമെന്ന്. അപ്പൊ മാരീചൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എങ്ങനെയായാലും ഞാൻ മരിക്കും, അതായത് രാവണൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ രാവണൻ കൊല്ലും, എന്നാ ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാലോ. അതാണ് മാരീചന് തോന്നിയൊരു ചിന്ത.
അതുകൊണ്ടാണ് മാരീചൻ രാമ രാമ എന്ന് പറഞ്ഞ് മരിക്കാൻ നേരത്തെ നമ്മൾ പറയില്ലേ അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളയവരം. അപ്പോ ആ അവസാന സമയത്ത് മരണസമയത്ത് ഭഗവാനെ വിളിച്ചാൽ ബ്രഹ്മ നിർവാണം ഇത് ഗച്ഛതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഭഗവാനെ വിളിക്കാനുള്ള മനസ്സ് വരണം. ഇവിടെ മാരീചൻ അങ്ങനെയാ ചെയ്യേണ്ടത്. ആ അവസാന സമയത്ത് രാമാന്ന് വിളിക്കാൻ സാധിച്ചു. ആ സമയത്ത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവി ചീത്ത പറഞ്ഞ് വിടുന്നതും അങ്ങനെ വന്ന് രാവണൻ കൊണ്ടുപോവാണ് സീതാദേവിയെ. പോണ വഴി അവര് ജടായുവിനെ കാണും. ജടായുവിനെ കണ്ട് ജടായു പിടിച്ചു നിൽക്കാൻ തോന്നിയിട്ടൊന്നും രാവണന്റെ അടുത്ത് പറ്റില്ല. പാവം ജടായുവിനെ ചിറകെല്ലാം മുറിച്ചിടുമ്പോൾ ഇവിടെ വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ നവവിധ ഭക്തിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. നവവിധ ഭക്തിയിലെ വാമനാവതാരത്തില് മഹാബലി ആത്മനിവേദനം ചെയ്തു. പക്ഷെ അത് ആത്മനിവേദനം, മഹാബലിയുടെ ആത്മനിവേദനം ഇതിനേക്കാളും ഉയർന്നതാണ് ഇവിടുത്തെ ജടായുവിന്റെ. കാരണം അവിടെ ആത്മനിവേദനം ചെയ്തു എന്ന് പറഞ്ഞാലും അതൊരു ഭാഗികമായിട്ടുള്ള സറണ്ടറിങ് ആയിരുന്നു അല്ലെ. അവസാനം അതായത് എല്ലാം പോയി, ഇനിയിപ്പൊ ഞാൻ എന്നെ അങ്ങോട്ട് കൊടുക്കണു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല, ഭഗവാന് വേണ്ടി ഭഗവാന്റെ സേവനത്തില് ജടായു സ്വയം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ജടായുവിന്റെ ആത്മനിവേദനം ഇവിടെ ആത്മനിവേദനം വരുന്നുണ്ട്. ദാസ്യഭാവം വരുന്നുണ്ട്, ഹനുമാന്റെ സ്മരണം വരുന്നുണ്ട്. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടായിരുന്നു ശബരി ഇരുന്നത്. അപ്പൊ എപ്പോഴും ഭഗവാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ നവവിധ ഭക്തിയുടെ പല പല ഘട്ടങ്ങളും നമുക്ക് രാമായണത്തിലും കാണാം. അങ്ങനെ ഈ ജടായു അവിടെ എല്ലാ കർമ്മങ്ങളും ദശരഥൻ കൊടുത്ത വാക്കുപോലെ തന്നെ ശ്രീരാമചന്ദ്രന് ചെയ്യാൻ പറ്റി. അങ്ങനെ സുഗ്രീവ സഖ്യം ചെയ്ത് അവിടുന്ന് പാലം കെട്ടിയിട്ട് ഇവിടെ ചെന്ന് രാവണനെ വധിക്കുന്നുണ്ട്. അപ്പൊ രാവണൻ ഇതിൽ പറയുന്നുണ്ട്, നമ്മളെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, രാവണന്റെ അഹങ്കാരം കാരണം എത്രയോ യജ്ഞങ്ങളും യാഗങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടാണ് സ്വർഗത്തിലേക്ക് നമുക്ക് സാധാരണ ആളുകളും മഹർഷിമാരും എത്താൻ നോക്കണേ. ആ സ്വർഗത്തിലേക്ക് ഏണി കെട്ടാൻ നോക്കിയ ആളാണ് രാവണൻ. അപ്പൊ അഹങ്കാരത്തിന്റെ മൂർധന്യം എന്നൊക്കെ നമ്മൾ പറയണ പോലെയാണ് രാവണൻ എന്ന് പറയുന്നത്. ആ രാവണൻ അങ്ങനെ എത്തില്ല എന്നറിയാം, അതായത് സാധാരണക്കാർക്ക് അറിയാം. പക്ഷെ രാവണന്റെ ചിന്ത, രാവണൻ വിചാരിച്ചാൽ എല്ലാം സാധിക്കും. അങ്ങനെ അവിടെയുള്ള ആ ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് വരെ സ്വർഗത്തിൽ പോകാനായിട്ട് ഏണി കെട്ടാൻ നോക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് അത്രയും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ള ആ രാവണനെ ശ്രീരാമചന്ദ്രൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ശിക്ഷിച്ചു, വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം ജയവിജയന്മാരുടെ രണ്ടാമത്തെ ജന്മമാണ് രാവണനും കുംഭകർണനും. അപ്പൊ അവർക്ക് 3 ജന്മത്തില് എത്രയും വേഗം മോക്ഷം കിട്ടാൻ പറ്റുമോ അങ്ങനെയും ഭഗവാൻ ഇവിടെ ആ രാവണനെയും കുംഭകർണനെയും വധിച്ച് അവർക്ക് മോക്ഷം കൊടുത്തിട്ട് വിഭീഷണനെ ലങ്കാധിപതിയായിട്ട് വാഴിച്ചിട്ട് 14 കൊല്ലം ഇതെല്ലാത്തിലും പ്രത്യേക വേറൊരു ഇതുണ്ട്. എന്താ പറയാ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ലക്ഷ്മി ദേവി പാദസേവ ചെയ്ത പോലെ ഭഗവാന്റെ പാദങ്ങളെ വെച്ച് പൂജിച്ചിട്ട് ഭരത ചക്രവർത്തി നന്ദിഗ്രാമത്തിന്റെ അവിടെ കാത്തിരിക്കുക ഭഗവാന് വേണ്ടി. നന്ദിഗ്രാമം അല്ല, അവിടെ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം പോലും വൈകി കഴിഞ്ഞാൽ ദേഹത്യാഗം ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ ഇത് കഴിഞ്ഞ അവിടുന്ന് പുഷ്പക വിമാനത്തിൽ വന്ന് ഭരതനെ കൂട്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രദേവനും ഭരത ശത്രുഘ്നന്മാരോട് കൂടിയിട്ട് പട്ടാഭിഷേകത്തിന് വരുന്നത്. അത് അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രന്റെ കഥയാണ് രാമായണം. അത് എഴുതിയതാര? വാൽമീകി മഹർഷി. അത് പാടിയതാര? അതായത് കീർത്തനം ആരാ ചെയ്തത്? ഭഗവാന്റെ പുത്രന്മാരായ ലവകുശന്മാര്. ആ കീർത്തനത്തിൽ കൂടെ ഭഗവാനെ അവര് ഭജിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ തരത്തിലും ഇവിടെ നമ്മൾക്ക് ആ നവവിധ ഭക്തിയിൽ കൂടെ ഭഗവാനെ സേവിച്ച ഓരോരോ ഭക്തന്മാരെ അറിയാൻ പറ്റുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ ഇത് മാഹാത്മ്യം ചെറുതായിട്ടൊന്ന് പറയാൻ നോക്കിയതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ മാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നല്ല ക്ലാസ് മാതാജി. രാമായണം കർക്കിടക മാസത്തില് കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം മാതാജി.
രാമായണൊക്കെ കൃഷ്ണ മാതാജി. രാമായണം ഓൾമോസ്റ്റ് പറഞ്ഞ പോലെ ആയിരുന്നു മാതാജി. എല്ലാ കഥകളും ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ മാജി. ഹരേ വളരെ കൃഷ്ണ. നല്ല ക്ലാസ് മാജി. ഇഷ്ടംപോലെ കഥകൾ കേട്ടു കേട്ടോ. രാമായണത്തിലെ എല്ലാ കഥകളും ഓൾമോസ്റ്റ് മായി ടച്ച് ചെയ്ത്. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞു വരികയാണെങ്കിൽ കുറെ ഉണ്ടല്ലോ പ്രഭു പറയാനായിട്ട്. പക്ഷെ അത്രയും പെട്ടെന്ന് ഓർമ്മ വരണ്ട, ചിലതൊക്കെ മറന്നു പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഗംഭീര ക്ലാസ്, അടിപൊളി. ഹരേ കൃഷ്ണ. എല്ലാരെ കുറിച്ചും എല്ലാ കഥകളും പറഞ്ഞു. വളരെ നന്നായിരുന്നു. വളരെ നന്ദി. വളരെ നന്നായ രീതിയിൽ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞാനാ നന്ദി പറയേണ്ടത് മാതാജി. ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ ഈ ഒരു ഇതില് തരുന്നില്ലേ? എല്ലാവരുടെയും അനുഗ്രഹമല്ലേ അത്, പ്രഭുവിന്റെ. പ്രഭുവാണ് ശരിക്കും ഇന്ന് രാമായണം വായിച്ച് അയോധ്യ പ്രവേശം, നമ്മൾ തിരിച്ചു വന്ന അയോധ്യയിലേക്ക് തീരുകയാണ് വായിച്ച്. 1 മാസം വായിച്ച് രാമായണം തീരുന്ന ദിവസമാണ്. അപ്പം വളരെ നല്ലൊരു ദിവസം തന്നെ. മാതാജി എല്ലാം നന്നായി പറഞ്ഞ് ഞങ്ങളെ ഒന്നുകൂടെ യാത്ര വനത്തിലൂടെ കൊണ്ടുപോയി തിരിച്ച് രാവണനെ കൊന്ന് തിരികെ നമ്മൾ എത്തി. ഒത്തിരി നന്ദി. എന്റെ ഭാഗ്യം മാതാജി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഇത്. ഇങ്ങനെ എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം ഭഗവാൻ തന്നില്ല. എല്ലാവരുടെയും അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും, എന്റെ ശിക്ഷാഗുരുക്കന്മാരുടെയും ദീക്ഷാഗുരുവിന്റെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. അതാണ് പ്രഭു. ഐശ്വര്യ മാതാജി, താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതിന്. കാരണം മാതാജിയും പ്രഭു ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഇതുപോലെ മാതാജിമാരുടെ ക്ലാസ് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് പ്രഭു. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതെ പ്രഭു, കഥാമൃത പ്രഭുവിനെ ഞാൻ വളരെയധികം എന്താ പറയാ നന്ദി പറയണം. പ്രഭുവാണ് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. ഹരേ കൃഷ്ണ. മാതാജി എല്ലാവർക്കും ക്ലോസ് ചെയ്യട്ടെ മാജി? ശരി പ്രഭു. അതെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. പ്രണാം. ഹരേ കൃഷ്ണ.